എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എല്ലാവരും കരുതലോടു കൂടിയും ജാഗ്രതയോടു കൂടിയും ഇരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. നല്ല മഴയുടെ സമയമാണ് ഇപ്പം. മഴയെന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ട് ഉരുൾപൊട്ടലും വെള്ളവും അതുപോലുണ്ട്. നമ്മളിപ്പം ഉള്ളത് പഴയടം പാലത്താലാണേ. പഴയടം പാലം എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം ഇത്രയും ഇതുപോലുള്ള മഴയ്ക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്. കാരണം വണ്ടി പോലും പോകത്തില്ല. രണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും യോജിപ്പിക്കുന്ന ഒരു പാലമാണിത്. അങ്ങേ വശവും ഇങ്ങേ വശമായിട്ട് യോജിപ്പിക്കുന്ന പാലം. പക്ഷേ അത് മൊത്തം വെള്ളം കയറി മരമെല്ലാം ഒടിഞ്ഞു വീണ് ഫുള്ളായിട്ടും ഒടിഞ്ഞു കിടക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് എല്ലാവരും നല്ല ജാഗ്രതയോടു കൂടി വേണം എല്ലാ വഴിക്കൂടെ പോകാൻ. നമ്മുടെ പഴയടം പാലത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത്രയും വെള്ളമാണ് അവിടുന്ന് പാലത്തെ കൂടെ കയറി ഒഴുകുന്നത്. നമുക്ക് അതിന്റെ കാഴ്ച ഒന്ന് കാണാവേ. നമ്മൾ ഈ റോഡ് കണ്ടോ? ഈ റോഡിന്റെ ഈ കട കണ്ടോ? ഈ വലതുവശത്ത് കാണുന്ന കടയുടെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി കുറഞ്ഞതാണ്. അത്ര കുറഞ്ഞതല്ല, നല്ല ശക്തിയായിട്ടാണ് വെള്ളം ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ നല്ല കെയറിങ് ആയിട്ട് നിൽക്കാവുള്ളൂ. ആൾക്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടും ഉള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇന്നലെ വെളുപ്പിനെ 3 മണിക്ക് കയറിയ വെള്ളമാണിത്. വെളുപ്പിനെ 3 മണിയായപ്പോൾ ഈ കടയുടെ അവിടെ നമുക്ക് ഈ കാഴ്ച, ഈ കടയുടെ അവിടെ വരെ വെള്ളം ഉണ്ട്. ഇത് റോഡാണ്. ഇത് മണിവില റോട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന റോഡാണ് ഇത്. ഈ കടയുടെ അവിടെ വരെ ഇന്നലെ വൈകിട്ട് വെള്ളം ഉണ്ടായിരുന്നാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടില്ല ഇത്. അപ്പൊ ഇപ്പം അന്നരപ്പ കയറിയ വെള്ളമാണ്. ഇതേ വരെ ഇറങ്ങിയിട്ടില്ല. ഒരേ രീതി നിൽക്കുക വെള്ളം. പാലമാണ് ഇത്. മെയിൻ പാലമാണ്. നമ്മുടെ ഇവിടുന്ന് റാന്നിയൊക്കെ പോകാൻ പറ്റുന്ന, നമ്മുടെ അങ്ങോട്ട് ഈ വഴിയാണ്. നമ്മൾ പത്തനംതിട്ടയൊക്കെ പോകാൻ പറ്റുന്ന റോഡാണിത്. അങ്ങോട്ട് പോകാൻ പറ്റുന്ന വഴിയാണിത്. ഇപ്പൊ അത് മൊത്തം ബ്ലോക്ക് ആയി പോയി. പാലത്തിന്റെ കൈവിരി എല്ലാം അടിച്ച് തകർത്ത് പോയിട്ടുണ്ട്. ഇനി അത് എപ്പോ ഇങ്ങനെ വെള്ളം കുറയുന്നുള്ളതൊന്നും ആർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിട്ട് തന്നെ ഇരിക്കണം. ഇത്രയും വലിയൊരു പാലമാണ്, ഇത്രയും ഹൈറ്റൊക്കെ ഉള്ള പാലമാണ്. അതിന്റെ മണ്ട വരെ ഈ വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമാണ് ഇപ്പോഴത്തെ ഈ മഴ. അതുകൊണ്ട് എല്ലാവരും കെയറിങ് ആയിട്ട് ഇരിക്കണം. എല്ലാവരും ആവശ്യമില്ലാത്ത യാത്രകളെല്ലാം മാക്സിമം ഒഴിവാക്കുക. നമ്മളിപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങിയതാണ്, അല്ലാതെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് മൊത്തം ബ്ലോക്കാണ്, റോഡുകളും കാര്യങ്ങളും എല്ലാം ബ്ലോക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കെയറിങ് സേഫ് ആയിട്ടിരിക്കുക. ഇത് നമ്മുടെ മണിമല പാലമായത്. മണിമല പാലത്തിന്റെ 2 സൈഡാണ് ഈ കാണുന്നത്. എന്നാലും ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു മണിമലയാറ് കണ്ടോ? മണിമലയാറിന്റെ വീതിയും കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഇതും കഴിഞ്ഞിട്ട് നമ്മളെ വീടുകളിലേക്കും സൈഡുകളിലേക്കും കടകളിലേക്കും എല്ലാം കയറിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വരുന്ന വഴിക്ക് ഒരുപാട് കടകൾക്കും എല്ലാം നാശനഷ്ടം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ചെറിയ കടിക്കടകളൊക്കെ ഉണ്ടായിരുന്നു, ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നത്. ആ കടകളെല്ലാം ഒത്തിരി പ്രശ്നമായിട്ടുണ്ട്. നമുക്ക് ശക്തിയായിട്ടുള്ള മഴയാണ്. നമുക്കപ്പം എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കണം. പിന്നെ അതെല്ലാവരും ഓർപ്പിക്കുകയാണ്. ഓണാണോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കുക. നല്ല മഴ ശക്തിയായിട്ട് പെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പ്രത്യേകം നോക്കണം, കാരണം അവർക്ക് അവധി ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പിള്ളേരെ കളിക്കാനോ വിടുന്ന സമയമല്ല ഇത്. കുട്ടികളെ കളിക്കാനോ കാര്യമൊന്നും വിടില്ല. വീടിനകത്ത് തന്നെ ഇരുത്തി പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യുക. അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട. പിള്ളേരെ പുറത്തിറക്കി വിടില്ല. പിന്നെ പറയാനുള്ളത്, ദൂരോട്ടുള്ള യാത്രകൾ, ഇതുപോലുള്ള റോഡുകളിലേക്കുള്ള യാത്രകൾ, കുഴികള്, കാര്യങ്ങൾ, വെള്ളം എപ്പോഴാണ് കയറി വരുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ നമ്മൾ തിരിച്ചു വരുന്ന കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല ഇപ്പം. കാരണം അങ്ങോട്ട് പോകുന്ന നല്ല റോഡായിരിക്കും, തിരിച്ചു വരുമ്പോൾ ഫുള്ള് വെള്ളമാണ്. അതുപോലെ വെള്ളം. ഇപ്പൊ നമ്മൾ മണിമലയ്ക്ക് പോയപ്പോൾ തന്നെ ആ റോഡിന്റെ ഏകദേശം ലെവലിലാണ് വെള്ളം ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം മുണ്ടക്കയത്തും അങ്ങോട്ട് കൂട്ടിക്കലോട്ടൊക്കെ ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത്ര പെട്ടെന്ന് ഇവിടെ വെള്ളം 10-20 മിനിറ്റ് അരമണിക്കൂറിനുകൊണ്ട് ആ വെള്ളം ഇവിടെ വരും. 1 മണിക്കൂർ പോലും വേണ്ട. അപ്പൊ നമ്മൾ പറ്റുന്നത്രയും യാത്ര ഒഴിവാക്കുക. നമുക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള യാത്രകൾക്ക് മാത്രം നിങ്ങൾ ഇറങ്ങുക. അത്രയും മാത്രമേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഇനി ഇതിന് മുന്നോട്ടുള്ള ദിവസങ്ങളിലുള്ള വീഡിയോകൾ നമ്മൾ കാണിക്കാം. അപ്പം എല്ലാവരും ജാഗ്രത കാണിക്കുക. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക.